ഹായ്, ഇന്ന് നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കോജിക് ആസിഡും അതുപോലെ ട്രാൻഎക്സാമിക് ആസിഡും. ഞാൻ കാര്യം പറയട്ടെ, ഇത് രണ്ടും മെലാസ്മ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഒന്ന് പോപ്പുലറായി ഒന്ന് പോപ്പുലർ ആയില്ല എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഈ ചാനലിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചാനൽ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഒരു 3 ഇയർ ബാക്ക് സ്കിൻ കെയർ എടുക്കുമ്പോൾ പിഗ്മെന്റേഷൻ മെലാസ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? കോജിക് ആസിഡ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ചോദിക്കുമ്പോൾ ട്രാൻഎക്സാമിക് ആസിഡും പറയാറില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും, ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം എന്തെന്ന്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന പല പിഗ്മെന്റേഷനും പല രീതിയിലാണ് വരുന്നത്. ആക്നെ മാർക്സ് ഒരു തരത്തിലായിരിക്കും വരുന്നത്, സൺസ്പോട്ട് വേറൊരു രീതിയിലായിരിക്കും, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നെ മാർക്ക് അല്ലാണ്ട് എന്തെങ്കിലും മുറിവ് വരുന്നത് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണല്ലോ. അപ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും വരുന്നത്, മെലാസ്മ വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ കോസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുന്നതാണ് കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റ്, നിയാസിനമൈഡ്, വിറ്റാമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മളുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇത് ഒന്നിൽ നിന്നും ഒന്ന് വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കോജിക് ആസിഡിനെ പറ്റി ശ്രദ്ധിക്കാം. പണ്ട് മുതലേ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ 1980 മുതൽ 2000 വരെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയൊരു ആന്റി പിഗ്മെന്റേഷൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ ഉള്ള ഡെർമറ്റോളജിസ്റ്റുകൾ, അപ്പോഴത്തൊട്ടുള്ള ഡെർമറ്റോളജിസ്റ്റുകൾ, പിന്നെ സ്കിൻ കെയർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ കോജിക് ആസിഡ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറി. മാത്രമല്ല കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളതും കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റും കോജിക് ആസിഡ് ആണ്. പിന്നെ കോജിക് ആസിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനകത്ത് പോയി പറയും, സ്കിന്നിലുള്ള മെലാനോസൈറ്റുകളോട് പറയും, നിങ്ങൾ ഇത്രയും മെലാനൊന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അത്രയും പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതായത് ടൈറോസിൻ എന്ന് പറയുന്ന എൻസൈമാണ് നമ്മളെ മെലാനോസൈറ്റുകൾ എടുത്തത്, നിങ്ങൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത്. ആ മെലാനോസൈറ്റിന്റെ ടൈറോസിനെ ഇവരങ്ങ് എത്തിക്കത്തില്ല, അതിനെ തടഞ്ഞു നിർത്തിയിട്ട്. അപ്പോൾ മെലാനോസൈറ്റിന് വേറെ പണിയൊന്നുമില്ല, അത് അവിടെ തന്നെ ഇരിക്കും, മെലാനിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അങ്ങനെയാണ് ഇത് മെലാനിൻ പ്രൊഡക്ഷൻ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ നമ്മുടെ പിഗ്മെന്റേഷൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആക്നെ മാർക്സ്, അതുപോലെ തന്നെ സൺസ്പോട്ട്, മെലാസ്മ, ടാൻ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയാമോ? സ്റ്റബേൺ ആയിട്ടുള്ള, അതായത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന പിഗ്മെന്റേഷനുകൾ മാറ്റാനാണ് കോജിക് ആസിഡ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ ട്രാൻഎക്സാമിക് ആസിഡ് പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി, സ്കിൻ കെയറിലൊക്കെ എല്ലായിടത്തും വരാൻ തുടങ്ങി? അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ട്രാൻഎക്സാമിക് ആസിഡ് ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയറിലല്ല വരുന്നത്, ഇത് നമ്മൾ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ 2010 ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടത്തിയതും ഇത് മെലാസ്മ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലായതും കൂടുതലായിട്ട് കോജിക് ആസിഡിനെക്കാളും നന്നായിട്ട് മെലാസ്മ മാറ്റാനായിട്ട് ട്രാൻഎക്സാമിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ മനസ്സിലായത്. പക്ഷെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇത് വന്നു തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. സംഭവം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഉണ്ടെങ്കിലും സ്കിൻ കെയറിലോട്ട് ഒരു പ്രൊഡക്റ്റ് എത്താനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ മിനിമലിസ്റ്റുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈലൊക്കെയാണ് ഫസ്റ്റ് ട്രാൻഎക്സാമിക് ആസിഡ് ഇറക്കിയത്. പക്ഷെ അവരും പ്രോപ്പർ കോൺസെൻട്രേഷൻ തരാത്തതുകൊണ്ട് തന്നെ മെലാസ്മ പോലെയുള്ള ഒരു പ്രശ്നത്തിന് മാറ്റാൻ പറ്റത്തക്കവണ്ണം കോൺസെൻട്രേഷൻ തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫോക്സ്റ്റൈൽ എത്ര കോൺസെൻട്രേഷൻ തരുന്നെന്ന് പറയുന്നില്ല, മിനിമലിസ്റ്റിൽ ഒരു 3% ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി 4% ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി മെലാസ്മ മാറ്റാനായിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കോജിക് ആസിഡ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പിടിച്ചിരുന്നത്. ട്രാൻഎക്സാമിക് ആസിഡ് 4% ഒക്കെ മാർക്കറ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി ആൾക്കാർക്ക് ഒരു സംശയം വരും, കോജിക് ആസിഡ് അപ്പൊ വേണ്ടത് ഈ ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്താൽ മതിയല്ലോ എന്നൊരു സംശയം വരും. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. സംഭവം എന്തെന്ന് വെച്ചാൽ കോജിക് ആസിഡ് നമ്മൾ ഓൾറെഡി സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടാണ് നല്ലത്. ട്രാൻഎക്സാമിക് ആസിഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പിഗ്മെന്റേഷൻ, അതായത് ഇപ്പൊ നിങ്ങളുടെ പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മെലാനിൻ പ്രൊഡക്ഷൻ ഒരുപാട് നടക്കുന്നു, വീണ്ടും മെലാസ്മ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രാൻഎക്സാമിക് ആസിഡ് ആണ് നല്ലത്. പക്ഷേ ഇപ്പൊ മെലാസ്മ വന്നിട്ട് പിന്നെ പുതിയതായിട്ട് ഒന്നും വരുന്നില്ല, നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ ഇടുന്നു, പക്ഷെ മെലാസ്മ പിഗ്മെന്റേഷൻ അങ്ങനെ തന്നെ ലോക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മാറ്റാനായിട്ട് നല്ലത് കോജിക് ആസിഡ് ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ മെലാസ്മ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയല്ലേ, പിഗ്മെന്റേഷൻ നമ്മുടെ ആക്നെ മാർക്സ് മാറ്റാൻ ട്രാൻഎക്സാമിക് ആസിഡ് ആണ് നല്ലത്. കാരണം നമ്മൾ പിഗ്മെന്റേഷൻ നോക്കൂര് വരുമ്പോഴത്തേക്ക് അതുകൊണ്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ പുതിയതായിട്ട് വരുന്നില്ലേ, അപ്പൊ ആ പുതിയ പിഗ്മെന്റേഷന്റെ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് തടയാൻ നല്ലത് ഏതാണ്?
ട്രാനെക്സാമിക് ആസിഡ്. പക്ഷെ നിങ്ങൾക്ക് സ്റ്റബേൺ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ, അതായത് ഓൾറെഡി ഉള്ള ആക്നെ മാർക്സ്, ഓൾറെഡി ഉള്ള ടാനിങ്, ഓൾറെഡി ഉള്ള മെലാസ്മയൊക്കെ തടയാൻ നല്ലത് കോജിക് ആസിഡ്. പക്ഷെ വന്നുകൊണ്ടിരിക്കുന്നതിനെ തടയാൻ നല്ലത് ട്രാനെക്സാമിക് ആസിഡ് ആണ്. ഓൾറെഡി വന്ന മെലാസ്മ അപ്പോൾ ട്രാനെക്സാമിക് ആസിഡ് മാറ്റത്തില്ലേ? മാറ്റും. പക്ഷെ കൂടെ നമ്മൾ കോജിക് ആസിഡ് കൊണ്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കോജിക് ആസിഡ് എപ്പോഴാണ് ആവശ്യം? നിങ്ങളുടെ മെലാസ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പിമ്പിൾ മാർക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടാനിങ് ഒക്കെ ഓൾഡ് ആണ്, പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോജിക് ആസിഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് മെലാസ്മയുണ്ട്, അതിങ്ങനെ റിക്കറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലത് ട്രാനെക്സാമിക് ആസിഡ്. പുതിയ പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നല്ലത് ട്രാനെക്സാമിക് ആസിഡ്. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊരു നല്ലത് എന്നല്ല, രണ്ടും 2 രീതിയിലാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഹെൽപ്പ് ചെയ്തത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ കോജിക് ആസിഡ് യൂസ് ചെയ്തു, ട്രാനെക്സാമിക് ആസിഡ് യൂസ് ചെയ്തു, പക്ഷെ നിങ്ങൾ പിഗ്മെന്റേഷൻ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനും പാടില്ല. കാരണം നിങ്ങളിത് 2 യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. കാരണം ട്രിഗറിങ് ഫാക്ടർ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, അപ്പോൾ വന്നുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് ഈ 3 കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് സെറമാണ് സെലക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാൻ. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ 2 ഇൻഗ്രീഡിയൻസ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ലാണ്ട് എന്തെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം, ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഒരു ഹെൽത്തി ഹാബിറ്റ് മാത്രമാണ്. നിങ്ങൾക്കൊരു ഇന്റൻസ് ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.